ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി വൈകിട്ട് ചായയുടെ കൂടെ കഴിക്കാനായിട്ട് പച്ചക്ക കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി വെറൈറ്റി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. പുറമെ ക്രിസ്പിയും അകം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് 3 പച്ചക്കായ എടുത്തിട്ടുണ്ട്. 3ഉം ഒരേ വലുപ്പത്തിലുള്ളതല്ല, 3 വലുപ്പത്തിലുള്ളതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ 2 സൈഡും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇതിൻ്റെ 2 അറ്റവും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് തൊലിയോടെ തന്നെ കുക്കറിലൊന്ന് കിഴങ്ങൊക്കെ വേവിക്കുന്ന പോലെ വേവിച്ചെടുക്കാം. ഈ കായ നല്ല പോലെ കഴുകിയെടുത്തതിന് ശേഷമാണ് 2 അറ്റവും കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇത് ഓരോന്നും 2 ആക്കണം. എന്നതിന് ശേഷം ആ ഒരു തോലോട് കൂടി നമുക്ക് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാം. നമ്മൾ കിഴങ്ങൊക്കെ പുഴുങ്ങിയെടുക്കുന്ന പോലെ തന്നെ കുക്കറിൽ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് തോലോട് കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 2-3 വിസിലടുപ്പിച്ചതിന് ശേഷം നമുക്കത് തുറന്നിട്ട് ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫോർക്ക് സ്പൂൺ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടും. അത്ര നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് വേവിച്ചെടുത്താൽ മാത്രമേ ഇതുപോലെ ഉടഞ്ഞു കിട്ടുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ഒട്ടും കട്ടകളില്ലാതെ നല്ല രീതിയിൽ ഉടച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു 3 കായ്ക്ക് വേണ്ടിയുള്ള അളവാണ് ഞാൻ ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും പറയുന്നത്. ഇനി ഇതിലേക്ക് ഒരു അര സബോള ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 2 പച്ചമുളകും പിന്നെ ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് 1.5 സ്പൂൺ അളവിൽ മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് പെരിഞ്ജീരകപ്പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി. അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് വറുത്ത അരിപ്പൊടിയാണ്. 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് നിറയെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലൊരു സ്പൂണിൻ്റെ അളവിൽ 3/4 സ്പൂണോളം കായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് കൈവച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആദ്യം തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ നമുക്ക് പരുവം തെറ്റിപ്പോവും. ഈ ഒരു കായയുടെ നനവുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആദ്യം കൈവച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ മനസ്സിലാവും എത്ര വെള്ളമാണോ വേണ്ടത് എന്നുള്ളത്. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഇത് ഇനി നന്നായിട്ട് കുഴച്ചിട്ടെടുക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ ഒരു ബോൾസ് ആക്കിയിട്ടൊക്കെ എടുക്കാൻ പറ്റുന്ന ആ ഒരു പരുവാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഉരുട്ടാൻ പറ്റത്തില്ല. കുറച്ച് ടൈറ്റായിട്ടിരുന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ കയ്യിൽ കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ആക്കിയതിന് ശേഷം കുറച്ച് മാവെടുത്ത് ഇതുപോലെ ഒന്ന് ബോൾസ് ആക്കി കയ്യിലൊന്ന് പ്രസ് ചെയ്തിട്ട് കറക്റ്റ് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും റെഡിയാക്കി എടുക്കാവുന്നതാണ്. കുറച്ചിതുപോലെ പരന്ന ഷേപ്പിലാവുമ്പോൾ പെട്ടെന്ന് തന്നെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ ഒരെണ്ണം ഞാൻ ഈ ഒരു ഷേപ്പിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്കെല്ലാം ചെയ്തിട്ടെടുക്കാം. ഞാനിപ്പോൾ ഇത് മുഴുവനായിട്ടും അരിപ്പൊടിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടി ഇപ്പോൾ 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് ഇട്ട് കൊടുത്തില്ലേ, അതിൻ്റെ പകുതി അരിപ്പൊടിയും പകുതി കടലമാവും ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെയും തയ്യാറാക്കിയെടുക്കാം. അതും ടേസ്റ്റാണ്. ഇനി ഞാനിവിടെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ ഒരു പാൻ സ്റ്റവിലേക്ക് വെച്ച് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് വേവിച്ചെടുക്കുക. ആ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. എങ്കിലേ എല്ലാം ഒരുപോലെ വെന്ത് കിട്ടുള്ളൂ. ഈ പലഹാരത്തിന് ഒരുപാട് എണ്ണയൊന്നും കുടിക്കില്ല. ഡ്രൈ ആയിട്ടിരിക്കും ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാലും. ഒട്ടും എണ്ണ കുടിക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അതിപ്പോൾ ഇതെല്ലാം വെന്തതിന് ശേഷം എടുത്തു മാറ്റുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ ഇതെല്ലാം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നന്നായി വേവിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നോരോന്നായി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പോൾ കണ്ടില്ലേ, ഒട്ടും എണ്ണ കുടിച്ചിട്ടില്ല. നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ള അതേ എണ്ണ തന്നെ ഇപ്പോഴും ഉണ്ട്. ഇതേപോലെ തന്നെ എല്ലാം ഫ്രൈ ചെയ്ത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള, പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള, അകം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു അടിപൊളി കായ കൊണ്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്സ് റെഡിയായി. ഇതിൻ്റെ അകം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.